ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. എൻ്റെ എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും റമദാൻ കരീം. ഇന്ന് നോമ്പ് തുറയുടെ 2 ഐറ്റംസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഒരു ഷർബത്ത്, സെക്കൻഡ് വൺ ഒരു പറാത്ത. അപ്പോൾ ഈ ഷർബത്ത് മാംഗോ ആപ്പിൾ ഷർബത്താണ്. മാംഗോ ഇപ്പോൾ സീസറാണ്, അപ്പോൾ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. ഈ ഷർബത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നെക്സ്റ്റ് കീമ പറാത്ത. അപ്പോൾ കീമ എല്ലാവരുടെയും കിട്ടുന്നതാണ്. ഞാൻ ഇപ്പോൾ ചിക്കൻ കീമയാണ് എടുത്തിരിക്കുന്നത്. അഥവാ കീമ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ ഒന്ന് അരച്ച് നമുക്കിങ്ങനെ ഒരു എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്റ്റഫിങ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കി നോക്കി അഭിപ്രായം എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ. കീമ പറാത്ത, രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളക്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായി വഴറ്റുക. ഒന്ന് വഴന്ന് വന്നാൽ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇതിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് മാറും, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വന്നു കഴിഞ്ഞു. എന്നിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത്, ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ചുടച്ചത്, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കീമ, 200 ഗ്രാം കീമ. ഇതാണ് ശരിക്കും കീമ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കീമ ഇങ്ങനെ കിട്ടണത്. അല്ല, നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് ബോൺലെസ് എടുത്ത് നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചെടുത്താലും ഇത് വലിയ ടേസ്റ്റൊന്നും വ്യത്യാസം വരില്ല, ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കിട്ടാത്തവർക്ക്, കീമ കിട്ടാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ചിക്കൻ വാങ്ങുക, ബോൺലെസ് ആണെങ്കിൽ ഒന്ന് അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇത് പെട്ടെന്ന് വേവും, ചിക്കനാണ്, പിന്നെ അത് വളരെ അരച്ചെടുത്ത പോലത്തെ ഒരു സാധനം കൂടെ ആയാലും പെട്ടെന്ന് വേവും. അപ്പോൾ കുറച്ച് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട, അതിൽ തന്നെ വെള്ളം വന്നോളും, ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടേണ്ട കാരണമാണ് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞത്. കീമ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് മല്ലിയില ചേർക്കാം, ഒപ്പം കുറച്ച് നാരങ്ങാനീര്. തക്കാളി ഒന്നും ചേർക്കാത്ത കാരണം ഞാൻ നാരങ്ങാനീര്, നിങ്ങൾക്ക് നാരങ്ങാനീര് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്തിയാൽ മതി. ഇനി അതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് വെക്കുന്നുള്ളൂ. ഇനി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച മാവ് അത്, പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ചു, ഞാൻ കയ്യിലും കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സാധാരണ ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്താം. ഒരു ചെറിയൊരു റൗണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ് വെക്കാം. വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള മടക്കൊന്നുമല്ല ഞാൻ മടക്കുന്നത്, വളരെ ഈസി ആയിട്ട് മടക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ മടക്കിലാണ് ഇത് മടക്കുന്നത്. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ജസ്റ്റ് അത് കവർ ചെയ്യണ രീതിയിൽ. എന്നിട്ട് അത് കുറച്ച് നമ്മുടെ ആ ഗോതമ്പ് പൊടി തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തുക, ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തുക. ഇതിൻ്റെ സ്റ്റഫിങ് പുറത്ത് വന്നു പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള സാധനമായ കാരണം പിന്നെ എങ്ങനെയാണെങ്കിലും കഴിച്ചോളും. ഞാൻ നന്നായി പരത്താം. ഇത് ചുടുമ്പോൾ കുറച്ച് നെയ്യൊഴിച്ച് ചുട്ടാൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോവും ചിലപ്പോൾ. അപ്പോൾ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. സാധാരണ ചപ്പാത്തി ചുടണ പോലെ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ റെയ്ത്ത മീൻസ് നമ്മുടെ തൈരിൽ മല്ലിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കൂട്ടി കഴിക്കാം. പിന്നെ അച്ചാർ കൂട്ടി കഴിക്കാം. ഇറച്ചി അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ് വെച്ച കാരണം നമുക്ക് കൂടുതൽ കറികളൊന്നും വേണ്ടി വരില്ല ഇത് കഴിക്കാൻ. കുറച്ച് തൈരുണ്ടെങ്കിൽ തന്നെ നന്നാവും. തൈരിൽ നമുക്ക് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് കഴിക്കാം കേട്ടോ, വേറെ ഒന്നും ഇടണ്ട. തൈരിൽ ഇത്തിരി മുളക് പൊടിയും ഉപ്പും ചേർക്കുക, അതും ടേസ്റ്റാണ് ഈ പൊറോട്ടയുടെ കൂടെ.
അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സലാഡിന് ഉള്ളിയും തക്കാളി അങ്ങനെയൊന്നും ചേർക്കാതെ വെറുതെ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തൈര് എടുത്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മാംഗോ ആപ്പിൾ ഷർബത്ത്. അതിന് വേണ്ട സാധനങ്ങൾ: മാങ്ങ, പഴുത്ത മാങ്ങ 2 എണ്ണം, 1/4 കപ്പ് പഞ്ചസാര. മാങ്ങ മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പോളം പഞ്ചസാരയൊക്കെ ചേർക്കാം. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക മിക്സിയിൽ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിൽ തരിപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ ചേർക്കുന്നത് ആപ്പിൾ ജ്യൂസാണ്. അത് ഏത് ആപ്പിൾ ജ്യൂസ്, ഇപ്പോൾ ആപ്പിൾ ജ്യൂസ് ഇഷ്ടം പോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ആപ്പിൾ ജ്യൂസ് വാങ്ങാം. അതൊരു 2 കപ്പോളം ഉണ്ട്. ആ ആപ്പിൾ ജ്യൂസും ഇതിൻ്റെ കൂടെ കലർത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫുഡ് കളറാട്ടോ. ഈ ഫുഡ് കളർ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് കളർ കാണാൻ ഇഷ്ടമുള്ള കാരണം ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇതെനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി, അത് കാരണം ചേർത്തതാണ് ഞാൻ. ഒരു വ്യത്യാസമുണ്ട് കളറ്. നമുക്കിത് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചാലും ഈ കളർ കിട്ടില്ല. ഒരു ഡിഫറെൻറ്റ് കളർ, ഓറഞ്ചും അല്ല റെഡും അല്ല, അങ്ങനെ ഒരു പ്രത്യേക കളർ. അത് കാണാൻ നല്ല രസമുള്ള കാരണമാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഷർബത്തിൻ്റെ ഒരു ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നു. ഇനി അതിലേക്ക് ഗ്രേറ്റഡ് ആപ്പിൾ ചേർക്കുന്നു. ഈ ആപ്പിളാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഈ ആപ്പിൾ കടിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ആ വെള്ളം ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് കുറച്ച് പാൽ ഒഴിക്കാം കേട്ടോ. പിന്നെ ഐസ് ക്യൂബ്സ്, ഇഷ്ടം പോലെ ഐസ് ക്യൂബ്സ് ഇടുക. നല്ല തണുപ്പിച്ചത് കുടിക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഷർബത്താണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായം പറയണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.